ജീവിതത്തിൽ ഇനി ഈ നിമിഷം വരെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. എത്ര ആത്മാർത്ഥമായി ചെയ്താലും സ്നേഹിച്ചാലും മറ്റുള്ളവർ ഞാൻ കാണിക്കുന്നത് കണ്ട് ചിരിച്ചു മാറ്റി നിർത്തി കളിയാക്കി. ആ വേദനകൾ എന്നെ മാനസികമായി ശാരീരികമായി ഒരുപാട് തളർത്തി. പലയിടങ്ങളിലും ഞാൻ വീണു. എന്നിട്ടും ഞാൻ മുന്നോട്ട് പോയി നേടിയതാണ് ഇപ്പോൾ എൻ്റെ ഇത് എന്ന് ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ വീണ്ടും ഞാനൊരു പരീക്ഷണത്തിനിറങ്ങി. ചുറ്റുമുള്ളവരെല്ലാം എതിർത്തിട്ടും നന്ദു തരുന്ന പിന്തുണയിൽ വന്നതാണ് മാതൃവസ്ത്ര. മറ്റ് പ്രൊഫഷണൽ ജോലികൾ പോലെ കുറച്ചെങ്കിലും എത്തിക്സ് മാറ്റി നിർത്തി ചെയ്യേണ്ട ഒരു ജോലിയായാണ് ഞാൻ സെയിൽസിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ജോലി എനിക്ക് തരുന്ന മെൻ്റൽ പ്രഷർ കൂടിയതുകൊണ്ടുകൂടിയാണ് റെസിഗ്നേഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് പോലും. ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, നന്ദു അല്ലാതെ. മറ്റുള്ളവർ ഇതിനെ മടിയെന്നും കുഞ്ഞിനെ പിരിയാനുള്ള ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. എന്നാൽ ഞാൻ ഈ ചെയ്യുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തമായി എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് സ്വയം ബോധ്യപ്പെടുത്താനാണ്. വിജയവും പരാജയമെല്ലാം പിന്നീടുള്ളത്. ഇറങ്ങി നിന്ന് പരിശ്രമിക്കാൻ മനസ്സുണ്ടെങ്കിൽ വീണാലും വീണെടുത്ത് നിന്ന് തുടങ്ങാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തളർന്നാലും ഉയർത്തു വരുമെന്ന വിശ്വാസം അതെനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.